നീ നേരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. എന്തൊക്കെയോ ചുളുവിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ബിജെപിയിലേക്ക് എടുത്തുചാടിയ PC ജോർജിനും അധോഗതി. അതെ, എന്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് സാർ. മകൻ ഷോൺ ജോർജിനെയും ഒന്നുമാക്കാൻ കഴിയാതെ PC ജോർജ് മിക്കവാറും അടച്ചിട്ട മുറിയിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ച അധികം വൈകാതെ നമ്മൾ കാണേണ്ടി വരും. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഒരു 7-7:30 ആയിക്കാണ് ഇവിടെ മൈത്തോണ്ടി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. PC ജോർജ് പത്തനംതിട്ടയിൽ വരുന്നു. അങ്ങനെ തോമസ് ഐസക് പരാജയപ്പെടുന്നു. കോൺഗ്രസിന്റെ ആന്റോ MP തറപറ്റിക്കുന്നു എന്നൊക്കെ മറുനാടൻ സാജൻ ഷ്കാരിയ കഴിഞ്ഞ ദിവസം വീഡിയോ അടിച്ചിരുന്നു. എന്നൊക്കെ അല്ലടാ എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. BJPയുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി ജോർജ് ആവുമെന്ന് ഉറപ്പായിട്ടുണ്ട്. മറ്റു പലരുടെയും പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും ജോർജ് തന്നെയായിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി. ജനം കാത്തിരിക്കുകയാണ് ആരെയാണ് നാട്ടുകാർ തല്ലി ഓടിക്കുന്നതെന്നറിയാൻ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, കടുത്ത മത്സരം നടക്കാൻ പോണേ. തോമസ് ഐസക്കിനെയാണോ അതോ പെട്ടെന്ന് BJPയിലേക്ക് വന്ന PC ജോർജിനെയാണോ ജനം തല്ലി ഓടിക്കുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? എന്റെ അച്ഛൻ പ്രിന്റ് അടിച്ചപ്പോ നെഗറ്റീവ് ആയിപ്പോയി, അതുകൊണ്ടാ. ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ഒരുമിച്ചാൽ ജോർജ് ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് BJP വൃത്തങ്ങളുടെ കണക്കുകൂട്ടലും. പിള്ളേരുടെ ഓരോ വർത്താനങ്ങളെ ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മിക്കവാറും PC ജോർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന്. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഒരേപോലെ വാർത്ത നൽകുന്നത് PC ജോർജിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലില്ല. അതെന്താ? BDJS-ഉം BJPയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ BJPക്കുള്ളിൽ നിന്ന് തന്നെയുള്ള പലരും ആ പേര് വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ, ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. BJPയിലേക്ക് ചെന്നപ്പോൾ PC ജോർജ് എന്തൊക്കെയാണ് തള്ളി മറിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടെങ്കിലേ കേരളം രക്ഷപ്പെടൂ, മോദിയെ അങ്ങ് ജയ് വിളിച്ചോളൂ, മോദിയുടെ കാല് പിടിച്ചോളൂ എന്ന്. താൻ ഒരുത്തി ചാടിക്കരയാളുടെ മുമ്പിൽ ചെന്നു വെച്ച് എല്ലാം ഇട്ടറിഞ്ഞാൽ തന്റെ കൂടെ വരുന്നുള്ളൂ ഉറപ്പ്. ഒരു അഭയാർത്ഥി എന്ന നിലയിൽ ഒരാൾ വരുമ്പോൾ ആ കയറിയിരിക്കുക എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് PC ജോർജ് ഇവിടെ എന്തൊക്കെയോ മലമറിക്കും എന്നുള്ള കാര്യം അത് ദേശീയ നേതൃത്വത്തിന് പോലും ധാരണയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താ വിളിച്ചേ? സാറേന്ന്? അതെ, സാറേന്ന്. ഇനിയിപ്പോ അക്ഷരമല്ലോ മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സാറേന്ന് തന്നെയാണ് വിളിച്ചത്. പ്ലീസ് കം സാർ. PC ജോർജ് തള്ളി മറിച്ചതുപോലെ അയ്യപ്പസ്വാമി എന്റെ കൂടെയാണ്, ക്രൈസ്തവർ മുഴുവൻ എന്റെ കൂടെയാണ്, ബിഷപ്പുമാർ മുഴുവൻ എന്റെ കൂടെയാണ്, ഞാൻ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ജയിക്കും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. തോമസ് ഐസക് പൊട്ടും, ആന്റോ MP പൊട്ടും എന്നൊക്കെയുള്ള PC ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ അത് വെറും ഗീർവാണമാണ് എന്ന് ദേശീയ നേതൃത്വം തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? PC ജോർജ് വരുന്നതോടുകൂടി തോമസ് ഐസക് തീർന്നു, ആന്റോ MP തീർന്നു എന്നാണ് സാജൻ ഷ്കാരിയ എന്നൊരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത്. ഇക്കിളിയൂട്ടും പ്രായത്തിൽ അമ്മണിക്കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റായിട്ട് കരുതിയാൽ മതി അനന്ത. വേറെ ബൈഫർക്കേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചൂടെ? ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല. അത് കണ്ടിട്ട് ഞാൻ തലകുത്തി പറഞ്ഞു ചിരിക്കുകയായിരുന്നു. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണോ ചെയ്തോ? കാരണം ഇത്രത്തോളം രാഷ്ട്രീയ ബോധമില്ലാതെ സംഘപരിവാറിന് വേണ്ടിയല്ല PC ജോർജിന് വേണ്ടി ഇങ്ങനെ പലതും കഴുകി കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു ചൊണ വേണം. ചൊണ. ഇത്രത്തോളം രാഷ്ട്രീയ ബോധമില്ലാതെ സംഘപരിവാറിന് വേണ്ടിയല്ല PC ജോർജിന് വേണ്ടി ഇങ്ങനെ പലതും കഴുകി കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ.